ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ കേരളത്തിനും തമിഴ്നാടിനും തെക്കായി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഒരു വലിയ ഭൂവിഭാഗമുണ്ടായിരുന്നുവെന്ന് പഴയ തമിഴ് ഗ്രന്ഥങ്ങളും ജനകീയ കഥകളും പറയുന്നു. ആ നഷ്ടപ്പെട്ട ഭൂമിയുടെ പേര് കുമരിക്കണ്ടം. തമിഴ് സാഹിത്യത്തിലെ പഴയ സംഘം കഥകളിൽ കടൽ വിഴുങ്ങിയ നാട് എന്ന പരാമർശങ്ങൾ കാണാം. ചില ചരിത്രകാരന്മാർ പറയുന്നത് പുരാതന പാണ്ഡ്യ രാജാക്കന്മാരുടെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ കടലിൽ നഷ്ടപ്പെട്ടിരിക്കാമെന്നാണ്. അതുകൊണ്ട് തന്നെ ചിലർ വിശ്വസിക്കുന്നത് ഇന്നത്തെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും സംസ്കാരങ്ങൾക്ക് മുമ്പ് സമുദ്രത്തിനടിയിൽ മറ്റൊരു വലിയ സംസ്കാരമുണ്ടായിരുന്നുവെന്നാണ്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ജീവശാസ്ത്രജ്ഞനായ ഫിലിപ്പ് സ്ക്ലേറ്റർ ലെമൂരിയ എന്നൊരു നഷ്ടപ്പെട്ട ഭൂഖണ്ഡത്തെക്കുറിച്ച് ഒരു സിദ്ധാന്തം മുന്നോട്ട് വച്ചു. അതിനുശേഷമാണ് പലരും കുമരിക്കണ്ടത്തെ ആ സിദ്ധാന്തവുമായി ബന്ധിപ്പിക്കാൻ തുടങ്ങിയത്. പക്ഷേ ശാസ്ത്രലോകം ഇന്നും അതിനെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. ചില സമുദ്ര ഗവേഷണങ്ങളിൽ ഇന്ത്യയുടെ തീരത്തിനടുത്ത് വെള്ളത്തിനടിയിൽ പഴയ നിർമ്മിതികളെ പോലെ തോന്നുന്ന രൂപങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതോടെ ഈ കഥ വീണ്ടും ആളുകളുടെ ശ്രദ്ധ നേടുകയും ചെയ്തു. കേരളത്തിലെ ചില പഴയ മത്സ്യത്തൊഴിലാളികൾ ഇന്നും പറയുന്ന ഒരു വിശ്വാസമുണ്ട്: കടലിനടിയിൽ രാത്രിയിൽ മണിയൊച്ച കേൾക്കാം. അത് വെറും കഥയാണോ, അല്ലെങ്കിൽ കടലിനടിയിൽ ഇന്നും ആരും കണ്ടെത്താത്ത ഒരു പുരാതന ലോകത്തിന്റെ അവശിഷ്ടങ്ങളാണോ? ചരിത്രവും ഇതിഹാസവും ശാസ്ത്രവും ഇന്നും ഒരേ ചോദ്യത്തിനു മുന്നിൽ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ കുമരിക്കണ്ടം ഉണ്ടായിരുന്നോ? നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.